ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്നൊരു വെറൈറ്റി പുട്ടാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ഗോതമ്പ് കഴുകി ഉണക്കി മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മൾ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടതാണ് കേട്ടോ. പിന്നെ കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് മുരിങ്ങയില, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്രയും ഈ 4 കൂട്ടം മതി കേട്ടോ. അപ്പോൾ നമ്മൾ ഇഡ്ഡലി ചെമ്പ് ആവി ഇത് വെച്ചിട്ടുണ്ട്, വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇങ്ങനെ ഇടുക. അപ്പം നമ്മുടെ കിച്ചണിൽ ചെറിയ മഴ വന്നിട്ട് ചോർച്ച കാരണം ഇപ്പോൾ ഞാൻ ഹാളിലേക്ക് മേശപ്പുറത്ത് കുക്ക് ചെയ്യണം കേട്ടോ. ഫൈബറിൻ്റെ ഇതിലേക്ക് ഗ്യാസ് വെച്ചെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട. ഇതിൻ്റെ അടിയിൽ ഗ്രാനൈറ്റിൻ്റെ ചപ്പാത്തി പരത്തണ നല്ല കട്ടിയുള്ള കല്ലുണ്ട് കേട്ടോ. ഇതിൻ്റെ അടിയിൽ കല്ലുണ്ട്, ഇത് പേടിക്കണ്ട. അപ്പോൾ ഈ ഗ്യാസ് കത്തിക്കുമ്പോൾ ഞാൻ ആ കല്ലിനെ ഇങ്ങോട്ട് മാറ്റി ഗ്യാസ് കത്തിക്കുമ്പോൾ ഇങ്ങോട്ട് മാറ്റി അങ്ങനെ സേഫായിട്ടാണ് കേട്ടോ ചെയ്യണത്. ഇത് കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. അപ്പം നമ്മളിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ഉപ്പിട്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങ, പിന്നെ കുറച്ച് മുരിങ്ങയില കേട്ടോ. ഇതിങ്ങനെ വൈകിട്ട് പറിച്ചുകൊണ്ടുവന്നാണ്. ചെറിയ നന്നാക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേനും കൊതുക് കടിച്ച കാരണം പെട്ടെന്ന് അങ്ങോട്ട് വൃത്തിയിട്ടിട്ട് കളഞ്ഞ്. ഇത് നമ്മൾ 3 കൂടി ഇങ്ങനെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആദ്യം ഇതിലിപ്പോൾ ഇച്ചിരി വെള്ളമുണ്ട് കേട്ടോ. ഞാൻ അരിപ്പിൽ വെച്ചരിക്കാത്തതുകൊണ്ട് വെള്ളമുണ്ട്. കുറച്ച് തേങ്ങ അത് തന്നെ ഇതിലേക്ക് ഇങ്ങനെ തൂക്കണം കേട്ടോ. ഞാൻ കുറച്ച് നാളായി കുറച്ച് ബിസിനി ഹോബീസ് എന്ന് പറഞ്ഞിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങി. കുറച്ച് പല വീഡിയോസൊക്കെ ഇട്ട്. പിന്നെ ഞാൻ കുറച്ച് ബ്രേക്കായിരുന്നു 2-3 മാസം. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മാനേജർ പെട്ടെന്നാണ് ഞങ്ങളെ വിട്ട് പിരിഞ്ഞു പോയത്. അദ്ദേഹം ഒരു നല്ല മനുഷ്യനായിരുന്നു. മാനേജർ മാത്രമല്ല, നമുക്കൊരു ജ്യേഷ്ഠൻ്റെ പോലെ കരുതലും നമ്മളെ ഉപദേശിക്കുന്നൊരു നല്ല വ്യക്തിയായിരുന്നു. പുള്ളിക്ക് ഭാര്യയും ഒരു 9 വയസ്സുള്ള പെൺകുട്ടിയുണ്ട്. അപ്പം എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ദുഃഖമെന്ന് വെച്ചാൽ എൻ്റെ അപ്പൻ എന്നെ വിട്ടുപോയതാണ്. പിന്നെ അതൊരു ദുഃഖമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ മാനേജറുടെ പെട്ടെന്നുള്ള മരണമാണ്. അതിനെ മാനസികമായും ശാരീരികമായും ശരിക്കും പറഞ്ഞാൽ തളർത്തിക്കളഞ്ഞു. പക്ഷെ ഇപ്പം ഞാൻ ഒരു മാസം ഇപ്പോൾ ഒരു 10-38 ദിവസമായി മരിച്ചിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ദുഃഖിച്ച് കുറേ ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തോന്നി, നമ്മൾ സ്നേഹിക്കുന്ന ആൾക്കാർ അവരുടെ ആത്മാവ് നമ്മൾ ദുഃഖിക്കുമ്പോൾ അവരും ദുഃഖിക്കും. അപ്പം അതിൻ്റെ ആവശ്യമില്ല. നമ്മളെന്തായാലും ജീവിച്ചല്ലേ മതിയാവുള്ളൂ. അപ്പം അതുകൊണ്ട് ഇന്നലെ തൊട്ട് ഒരു 3 ചീപ്പ് വെച്ച് പാട്ട് പാടുന്നൊരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തത് ഇതാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല, പ്രത്യേകിച്ച് നമ്മൾ ഇനി ഇതിലേക്ക് കോരിയിടും കേട്ടോ. അപ്പോൾ എനിക്ക് ഒറ്റ കൈ കൊണ്ട് കോരിയിടാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ വെച്ച് വീഡിയോ കട്ട് ചെയ്യുന്നതാണ്. ഇതങ്ങോട്ട് വാരിയിടുക, ആവശ്യമിൽ പുഴുങ്ങിയെടുക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് പപ്പടം ഉപയോഗിച്ചോ പഴം ഉപയോഗിച്ചോ തിന്നാം കേട്ടോ. ഞാൻ പല വെറൈറ്റി സാധനങ്ങളൊക്കെ കഴിക്കുന്ന വ്യക്തിയാണ്. വേണമെങ്കിൽ ഞാൻ പുട്ടിൽ തൈര് ഒഴിച്ചു, അല്ലെങ്കിൽ ചോറും ചിങ്ങമ്പഴവും, അങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഭക്ഷണം കഴിക്കാറുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, താങ്ക് യു. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു. ഞാൻ ഇന്ന് വരെയും ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്തൊന്നും പറഞ്ഞിട്ടില്ല. ഞാനൊരു വാടക വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പോൾ കുറേ പ്രാർത്ഥങ്ങളുടെ നടുവിലാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ.